കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പുകയാണ്. ഡൽഹിയിലത്തെ റാങ്കിങ് ഒന്നും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സംഭവമാണ്. ഹൈറാർക്കി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. പൊളിറ്റിക്സ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോബ്. ഡോക്ടർ അതിൽ വിഷമിക്കണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ ആവേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. പല ആൾക്കാരും MBBS കഴിഞ്ഞിട്ട് റേഡിയോളജി എന്തൊക്കെ എടുക്കാനുള്ള കാരണം ഇവർക്ക് കഥ കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പീരീഡ്സിന്റെ ടൈമിൽ അശുദ്ധിയാവണമെന്നുള്ളത്. എന്തിലാണ് ഇതിൽ അശുദ്ധി ഉള്ളത്? എനിക്ക് ലവ് ഹോർമോണിന്റെ കുറവുണ്ടെന്ന് സംശയമുള്ളതാണ്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ കോളേജിലോട്ട് വരികയാണെങ്കിൽ നമ്മളൊരു കോളേജിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, കോളേജ് വരുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെ തന്നെ ആയിരുന്നോ CMC? എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് ലൈഫ്? കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പുകയാണ്. എന്തൊക്കെ ഞങ്ങൾ ചെയ്തതെന്ന് എനിക്ക് തന്നെ ശരിക്കും അറിയില്ല. നമ്മൾ കയറുമ്പോൾ വളരെ ചെറിയ കുട്ടിയായിട്ടാണ് കോളേജിലേക്ക് കയറുന്നത്. ഇപ്പം ആലോചിക്കുമ്പോൾ അതാണ്. അന്ന് 17 വയസ്സുള്ള എനിക്ക് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഹോസ്റ്റൽ ലൈഫ് ആദ്യമായിട്ടാണ്. റാഗിങ്ങിനെ പറ്റിയിട്ടുള്ള കഥകൾ കുറേയൊക്കെ സത്യമാണ്. അന്ന് അച്ഛൻ എന്നെ പുറത്ത് വീട്ടിലാണ് താമസിപ്പിച്ച് ആദ്യം പോയ ഉടനെ. അപ്പം ഞാൻ വേണ്ട, എനിക്ക് റാഗിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് ഹോസ്റ്റലിലേക്ക് തന്നെ പോയി ചേർന്നു. വലിയ പ്രോബ്ലംസ് ഒന്നും ഈ പറഞ്ഞ മാതിരത്തെ റാഗിങ് ഒന്നും അന്നത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആർക്കെങ്കിലും അല്ല, പുറത്തല്ല, തിരിച്ച് ഉള്ളിലേക്ക് ഭയങ്കരമായിട്ടുള്ള റാഗിങ് ഒന്നും കിട്ടിയിട്ട് എനിക്കിപ്പോൾ അത്ര ശരിക്കും ഓർമ്മയില്ലാത്തവണ്ണൊന്നും അറിയില്ല കേട്ടോ. അന്നത്തെ ചിലപ്പോൾ നല്ലോണം പേടിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ശരീരം ദ്രോഹിക്കുന്ന പരിപാടിയൊന്നും ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കുറച്ച് നാണം കെടുത്തു എന്നൊക്കെ ചെയ്യും. പക്ഷേ അതും ഈ ഒരു ഹൈറാർക്കി ബിൽഡ് ചെയ്യണതിൻ്റെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഹൈറാർക്കി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ എൻജോയ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ ഞാൻ വലുത് നീ ചെറുതെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശരിക്കും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സാധനമാണ്, സ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിൽ. ഈ ബുള്ളിങ് എന്ന് പറയുക, സ്കൂളിൽ ബുള്ളിങ് ചെയ്യുന്നതിൻ്റെ അതേ ഒരു സംഭവമാണ് ഈ റാഗിങ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഓപ്പൺ ക്രിറ്റിസിസം തന്നെയാണ്. പക്ഷെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് PGs ഉണ്ട് അവിടെ, CMCയിലൊക്കെ എല്ലായിടത്തുണ്ട്. അവിടെയും അതിന്റെ ഇടയിലും എന്താണ് റാഗിങ് ആണ്. ഇതിന് ഇത്രയും വലിയ മനുഷ്യന്മാർ വന്നിട്ട് MD ലെവലിൽ ഞാൻ ഡൽഹിയിലാണ് MD ചെയ്ത്. ഡൽഹിയിലത്തെ റാഗിങ് ഒന്നും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സംഭവമാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ സാറെന്ന് വിളിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള വേറെ ലെവൽ റാഗിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കാൻ ഉണ്ടാവില്ല. ഇവിടുത്തെ PGസിന് കുറച്ചുകൂടി റിലാക്സേഷനാണ്. ഹൗസ് സർജൻസ് ജോലി ചെയ്യുമല്ലോ, അവിടെ ഹൗസ് സർജൻസ് ജോലിയില്ല, ഒരു പണിയും ചെയ്യില്ല ഹൗസ് സർജൻസ്. അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയർ PG ആണ് കംപ്ലീറ്റ് ബ്ലഡ് സാമ്പിളിങ്ങും എല്ലാ സംഭവങ്ങളും എല്ലാം ചെയ്യേണ്ടത് ഫസ്റ്റ് ഇയർ PG ആണ്. അപ്പോൾ അവന് റാഗിങ് തന്നെയാണ് അത് ഏകദേശം. മറ്റവരൊന്നും ചെയ്യില്ല. അതിപ്പോൾ ഞങ്ങളും സീനിയർ ആകുമ്പോൾ തന്നെ ചെയ്യുള്ളൂ, കാരണം ഞങ്ങൾക്ക് പഠിക്കാൻ സമയം വേണ്ടേ. ഇത് അങ്ങനെ കൈമാറി പോവുകയാണ് ഓരോ ബാച്ചിലും. നമുക്കെന്താ എങ്ങനെ അത് സിസ്റ്റം ബ്രേക്ക് അത് നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാലേ നടക്കുള്ളൂ. ഒരാളോ മാത്രമായിട്ട്. പിന്നെ ഇപ്പോഴുള്ള അത്ര ഒരു അവയർനെസ് അന്നില്ല. നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ MBBS സ്റ്റുഡൻസ് മുതൽക്ക് തന്നെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അവർ മെൻറ്ററായിട്ട് ഒരാളുണ്ടാവും. അവർ പോസിറ്റീവ് രീതിയിലുള്ള മെൻറ്ററിങ് ആണ്. അവന് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന ഫീൽഡ് അതിൽ അവനെ റിസർച്ച് ചെയ്യാനുള്ള അവസരം കൊടുക്കും. അപ്പോൾ ആ റിസർച്ചൊക്കെ പഠിക്കുക എന്നുള്ളത് കൂടി അതിൻ്റെ ഒപ്പം തീരും. മറ്റേത് ഇതൊരു റിസർച്ച് ഒരു പണിയായിട്ട് തീരും. ഇവിടെ PG പഠിക്കുമ്പോഴും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു തീസിസ് കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു റിസർച്ച് ചെയ്യുക, അങ്ങനത്തെ ഒന്നുമല്ല അവിടുത്തെ സിസ്റ്റം. അതെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണോണ്ടാണ്. കൺസൾട്ടൻ്റ് ഒരു ഡിഫറൻറ്റ് സംഭവം തന്നെയാണ്. പക്ഷേ റെസിഡൻസ് എല്ലാവരും സീനിയർ റെസിഡൻ്റ് ആയാലും ST1 ST2 എന്നൊക്കെ ആ ഒരു റെസിഡൻസി സിസ്റ്റമൊക്കെ UK ഉള്ളത് കണ്ടിട്ട് ഞാൻ കുറച്ചേറെ UK പോയി വർക്ക് ചെയ്തൊന്നും ചെയ്തില്ല. പറഞ്ഞ പോലെ തന്നെ അതായത് ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മൊത്തം നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ, അതായത് നമ്മളൊരു മുന്നോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പിന്നെ ബെനിഫിറ്റ് ഉണ്ടാവുക. എല്ലാവർക്കും നല്ല അവയർനെസ് ഉണ്ടാവും. അപ്പം സിസ്റ്റം ഡെവലപ്പ് മാറണം, കുറച്ചും കൂടിയൊക്കെ മാറണം. കാരണം ഇന്ത്യ പോലത്തെ ഇത്രയും വലിയ പോപ്പുലേറ്റഡ് സ്ഥലങ്ങളിലൊക്കെ സിസ്റ്റം ഡെവലപ്പ് ആയാൽ ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് വേൾഡിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വേൾഡ് വൈഡായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത്ര വലിയ ഡാറ്റാബേസും അത്ര വലിയ ആൾക്കാരുടെ ഇവിടെ ഉള്ളത്. അപ്പം കോളേജ് ലൈഫിലെ കാര്യത്തിലേക്ക് തിരിച്ചു വരാൻ, അത് കോളേജിൽ പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്തായിരുന്നു? ഏറ്റവും എൻജോയ് ചെയ്ത സംഭവങ്ങൾ, സുഹൃത്തുക്കള്, ഫ്രണ്ട്സും. ഞാൻ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയായിരുന്നു. MBBSത്തെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ +2ൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് ഞാൻ ഭയങ്കര ഹെഡ് വെയിറ്റ്. എനിക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയ ആളാണ്. ഇപ്പോൾ സെക്കൻഡ് ചാൻസിൽ തേർഡ് ചാൻസിൽ കിട്ടിയ ആൾക്കാരുടെ ഒരു പുച്ഛം ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണ്. അതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒരു ഡിജക്റ്റഡ് ഒന്നും പഠിക്കില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു കുറച്ച് കാലം ഇടയിൽ. പിന്നെ അതിനുശേഷം പിന്നെയും തിരിച്ചു കയറി ഓരോ എക്സാം എഴുതുമ്പോഴും അതിൽ മാർക്ക് കിട്ടുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സുഖം അതൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു ആ പഠിക്കുന്ന കാലത്തും. പിന്നെ ആണ് പൊളിറ്റിക്സ് ആ സമയത്ത് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, റാഗിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഉണ്ട് അതിൻ്റെ ബേസിക്കായിട്ട്. പക്ഷെ അതല്ലാതെ കുറേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാതെ അനീതികൾ, പല രീതിയിലുള്ള അനീതികളും നമ്മൾ കാണുമ്പോഴൊക്കെയാണ്
അന്ന് ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത്. എനിക്ക് വലിയതായിട്ട് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് പൊളിറ്റിക്സ് എന്താണെന്ന്, ഏത് പാർട്ടിയാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാൽ കൂടി നമ്മൾ മെജോറിറ്റി നിൽക്കണതിനെ എതിർക്കുക എന്നുള്ള അതൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ് അന്നത്തെ കോളേജ് യൂണിയൻ. അന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കോളേജ് യൂണിയൻ ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. എന്നിട്ട് ഇൻഡിപെൻഡൻസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. എന്നിട്ട് അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് വെറും പ്രവർത്തകനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ആൾക്കാരൊക്കെ പലതുമായി മാറി. കോൺഗ്രസ്സുകാർ CPM ആയി, CPM-കാർ കോൺഗ്രസ്സായി, കോൺഗ്രസ് BJP-കാർ ഇതായി. അപ്പോൾ അത് അന്ന് പൊളിറ്റിക്സുമായിട്ട് ഇപ്പോഴത്തെ ഒരു മാച്ചും ഇല്ല. എല്ലാവരും അവരവർക്ക് തോന്നിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റായി. പക്ഷേ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതിനെ പറ്റിയിട്ട് കോളേജിലൊരു വലിയൊരു മാറ്റം കൊണ്ടൊന്നും ഞങ്ങൾക്ക് എന്നിട്ട് തോന്നലുണ്ടായിരുന്നു. ഇപ്പോഴും ഇൻഡിപെൻഡൻസ് തന്നെയാണ്. അതെ, ഇൻഡിപെൻഡൻസ് ഫോർ ഇൻഡിപെൻഡൻസ് എന്നായിരുന്നു. അത് അറിയോ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഡിപെൻഡൻസ്. പക്ഷെ അതൊരു ഞങ്ങൾക്കൊരു പറ്റിയൊരു മിസ്റ്റേക്കാ. അതറിയോ ആ കഥ? അറിയില്ല. നമ്മൾ ഇൻഡിപെൻഡൻസ് എന്നുള്ള പേരാണ് ഇട്ടത്. അപ്പോൾ അതിൽ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിപ്പോയി. എഴുതിയതിൽ TS എന്ന് എഴുതുന്നതിന് പകരം CE ആയിപ്പോയി. ശരിക്കും നിങ്ങൾ ഇൻഡിപെൻഡൻസ് ആണോ എന്താണ് നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് മറ്റേവർ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുമല്ല, ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഫോർ ഇൻഡിപെൻഡൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് മറിച്ചു, ഞങ്ങളുടെ വിദ്യയാക്കിയതാണ്. അതൊക്കെ ഭയങ്കര രസമാണ്. അത് ഫുള്ള് ബോർഡൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് പെയിൻ്റ് അടിച്ച് അതിൽ ഇവരൊക്കെ പേരെഴുതുക, സ്ഥാനാർത്ഥികളുടെ പേരെഴുതുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ ചെയ്തു. അതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലോകപരിചയം കുറേ കിട്ടിയെന്നുള്ളതാണ്. അതുവരെ ഞാൻ വേറെ ഒരു സംഭവം എനിക്കറിയില്ല. +2 വരയ്ക്കും ശരിക്കും കോളേജിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്തായാലും വേണം. നമ്മളിപ്പോഴും ഇൻഡിപെൻഡൻസ് ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കളിയാക്കിയെങ്കിലും പക്ഷെ നമ്മുടെ കോളേജിലാണ് നമ്മുടെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നന്നായി രാഷ്ട്രീയം സംസാരിച്ച് നമ്മുടെ കോളേജിലാണ്. എല്ലാ വീക്കിലും നമുക്ക് ചർച്ചകളുണ്ടാവും. പിന്നെ എല്ലാവരും കേട്ടോ, അതായത് നമ്മൾ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരോട് രാഷ്ട്രീയം നന്നായിട്ട് സംസാരിക്കും. ഒരു പ്യുവർ ഫോം ഓഫ് പൊളിറ്റിക്സ്. അതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വിമർശനം ഏത് ഭാഗത്തുനിന്ന് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഫണ്ടിങ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഭയങ്കര ട്രാൻസ്പെറൻസി ആയിരുന്നു. അതുകൊണ്ട് കോളേജിൽ അന്ന് ഉള്ള ആൾക്കാർക്കൊക്കെ എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ നോളജും സാധനങ്ങളും ഉണ്ടാവും. അത് വേണം. അതാണ് ഞാൻ പറയണത്. പൊളിറ്റിക്സ് എനിക്ക് എൻ്റെ ഒരു നോട്ടത്തിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ എൻ്റെ സംസാരത്തിൽ തന്നെ വന്നല്ലോ, ഗ്രൂപ്പ് ആൾക്കാരാണ്. പക്ഷേ പൊളിറ്റിക്സ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബ്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബ് പൊളിറ്റിക്സ്. അത് C ക്ലാസ് ആൾക്കാരൊന്നും അല്ല, A ക്ലാസ് ആൾക്കാരും പൊളിറ്റിക്സിലുണ്ട്, ഇല്ലാന്നൊന്നും പറഞ്ഞു. പക്ഷേ A C എന്നൊക്കെ പറയണതും ഒരു ഹൈറാർക്കിയാണ്. അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ബേസിക്കലി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതും ഒക്കെ ആ സമയത്താണ്. അപ്പോൾ അതിനോടുള്ള ബഹുമാനം വന്നു. അങ്ങനത്തെ എല്ലാ ജോലികളോടും ബഹുമാനം അതൊക്കെ വന്നത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡേ മാറി. ഞാൻ കയറിയ ആളെയല്ല, ഞാൻ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു മാറ്റം. അതിന് ഈ ചർച്ചകളും ആൾക്കാരുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ വേണം. ഞാനിപ്പോൾ ഇന്നലെ ഒരു ചർച്ച തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൂടുതൽ നമ്മളെ ചെയർമാൻ ഉണ്ടായിരുന്നു അന്നത്തെ അമീൻ അബ്ദുള്ള. നിങ്ങൾ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, എന്താണ് PR, ഞങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു PR അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടല്ലോ ഫേസ് ആവുക, ഫെമിലിയർ ആവുക, ഇൻഫ്ലുവൻസർ ആവുക. പക്ഷേ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ്. ഈ സോഷ്യൽ മീഡിയയോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഇല്ലാത്ത കാലത്ത് ഈ പറയുന്ന അന്നത്തെ ആൾക്കാർ PMS മുതൽ പിന്നെ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും കരുണാകരനും ഇത് നമ്മളെ നാട്ടിലുണ്ട്. വേറെ കുറേ ആൾക്കാരുണ്ട്, പിന്നെ നാവ് കിട്ടുന്ന പേരാണ്. ഇവരൊക്കെ ഉണ്ടാക്കിയൊരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതാണ് ശരിക്കുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് കുറേ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പഠിക്കണം. രാഷ്ട്രീയക്കാർ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ക്ഷമ വേണം, ശത്രുവിൻ്റെ അടുത്ത് നോക്കി കൈ എടുത്തിട്ട് ചിരിക്കാൻ പറ്റണം, ഭയങ്കര. പക്ഷെ അതൊക്കെ ഒരുപാട് ആൾക്കാരെ കൂടെ കൊണ്ടുപോകാന്നുള്ളതേ ലീഡർഷിപ്പ് ക്വാളിറ്റി വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. ഇപ്പൊ നമ്മള് മറ്റേ യുവൽ നോവ ഹരാരിയുടെ ഒരു ബുക്കുണ്ട്, നെക്സസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഈ പൊളിറ്റിക്സിനും റിലീജിയനും ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഒരു റോളുണ്ട് സൊസൈറ്റിയിൽ. അത് ബേസിക്കലി പല കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഒരു രീതിയിലും അത് മനുഷ്യരുടെ പുരോഗതിക്കും ആവശ്യമാണ്. മനുഷ്യന്മാർ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തിൽ ഇപ്പം നമ്മൾ ബാക്കി മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് എങ്ങനെ മൃഗങ്ങളുടെ മുകളിൽ ഒരു പവർ കിട്ടുന്നു? അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി അത്ര ശക്തിയുള്ള മൃഗങ്ങളുമല്ല. ഒരു രീതിയിലും ബുദ്ധി എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇപ്പോൾ ആ ബുദ്ധി കൊണ്ട് ഇപ്പോൾ നമുക്ക് ആരൊന്നും പിടിച്ചേക്കാനൊന്നും പറ്റില്ല. ബേസിക്കലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന കഥകളും അതുപോലെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റി, ഇതിനൊക്കെ പൊളിറ്റിക്സും ആവശ്യമാണ്, റിലീജിയനും ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അത് ആ രീതിയിൽ കാണണമെന്ന് മാത്രം. ഹ്യൂമാനിറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും മോശമല്ല. പക്ഷേ ഹ്യൂമാനിറ്റിക്ക് എതിരെ നിൽക്കുമ്പോൾ അത് പ്രശ്നമാണ്. ഇതിലിപ്പോൾ നമ്മൾ കോളേജ് ലൈഫിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ കോളേജിൽ നിന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരണത്. അപ്പം നമ്മൾ പഠിക്കുന്ന കോളേജ് എന്താവണോ അത്രയും സ്റ്റാൻഡേർഡ് ആവണം. അത്രയും സ്റ്റാൻഡേർഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നായ കാലത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം.
പ്രിപ്പയർ ചെയ്താൽ പിന്നെ നിങ്ങൾ പറഞ്ഞു +2 വരെ നമുക്കൊരു മെമ്മറി അത്ര ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ കോളേജ് ലൈഫിൽ 5.5-6 കൊല്ലം അതൊരു വേറെ ലെവൽ അടിച്ചു പൊളിച്ചു എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതാണ് ഇതിന്റെ മറ്റേ അതിന്റെ കൂടെ പഠിക്കും വേണം. പഠിക്കാത്ത ആൾക്കാർ കുറേ പേരുണ്ട്, അതിൽ കുറേ വിഷമിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ശരിക്കും അന്ന് പഠിക്കാത്തവർ പിന്നെ നന്നായി പഠിച്ചവരുണ്ട് കേട്ടോ. അതിൽ MBBS സമയത്ത് നന്നായിട്ട് ഉഴപ്പിയിട്ട് ഇപ്പോൾ ഒരുപാട് ക്ലിനിക്കുകളും ഇതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആൾക്കാർ ഉഷാറായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വേറെ, അവർക്ക് ബിസിനസ് മൈൻഡ് ആയിരുന്നു ശരിക്കും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അതിലൊന്നും ഒരു തോൽവി എന്നൊന്നും കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പക്ഷേ പഠിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അല്ലാതെ +2 എൻട്രൻസ് കിട്ടിയതോട് കൂടിയിട്ട് പഠിത്തം നിർത്താൻ ഒരിക്കലും പറ്റില്ല. ഡോക്ടർ ആവുന്നുണ്ടെങ്കിൽ ആ മെയിനായിട്ടുള്ള സംഭവം ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തയ്യാറാണെന്നുള്ളത്. പിന്നെ അത് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്, പക്ഷേ അത് ഡോക്ടർമാർക്ക് മാത്രമുള്ള കാര്യമല്ല. അത് ഞാനിപ്പോൾ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലുണ്ട്. നമ്മളുടെ BNI എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. അതിനൊരു കോർ വാല്യൂസ് ഉണ്ട്, 7 കോർ വാല്യൂസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ലൈഫ് ലോങ് ലേണിംഗ് ആണ്. അത് എല്ലാ ഓണ്ടർപ്രണർക്കും എല്ലാ ബിസിനസ്സുകാരനും അത്യാവശ്യം വേണ്ട സംഭവം. ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതിനെ പറ്റിയിട്ട് മാറിയത്, ബിസിനസ് ഒരു മോശം വാക്കാണ്, ബിസിനസ് എന്ന് പറയാൻ പാടില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മോശം വാക്കാണ്. അതിനെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഓരോ ലെവലിലും ചേഞ്ച് ആവണമെന്നാണല്ലോ. ഞാനൊരു IIM ഒരു ഇതിന് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അവർ പറഞ്ഞ, അവിടുത്തെ പ്രൊഫസർ പറഞ്ഞ ഒരു കാര്യമാണ്, ദിസ് ഈസ് എ B സ്കൂൾ, ദിസ് എ ബിസിനസ് സ്കൂൾ. സോ ഇഫ് യു തിങ്ക് ദാറ്റ് ബിസിനസ് ഈസ് എ ബാഡ് വേർഡ്, ദെൻ വൈ ആർ യു ഹിയർ ടു ടീച്ച് യു ബിസിനസ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്, അതിന് ശേഷമാണ് ഞാൻ ഈ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്, ഇൻഫ്ലുവൻസിങ് സംഭവമൊക്കെ. എന്നാൽ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്തു, നല്ല കാര്യം ചെയ്തു, നമ്മൾ നല്ല ആളാണ്, സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉള്ള ഒരാളാണ്, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്, നമുക്കൊരു ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെന്നൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, അൺലെസ് പീപ്പിൾ നോ ദാറ്റ് you are the most qualified person, how can they come to you? പിന്നെ ഞാനിപ്പോൾ പറയുന്നുണ്ട് പല ആൾക്കാരുടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ അക്യൂപങ്ക്ചറിസ്റ്റ് ശരിക്കും പഠിക്കാത്തവരാണ്. അവർ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ശരിക്കും അക്യൂപങ്ക്ചർ പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അക്യൂപങ്ക്ചർ നല്ലതാണോ മോശമാണോ എന്നല്ല ഞാൻ പറയുന്നത്, അതിന് അതിൻ്റെതായ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ ബേസിക്കലി ഹ്യൂമൻ അനാട്ടമിയും ഹ്യൂമൻ ബോഡിയും ഫിസിയോളജിയൊക്കെ പഠിക്കാത്ത ആൾക്കാർ എങ്ങനെ പോയിട്ട് അക്യൂപങ്ക്ചർ ചെയ്യുന്നു? അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാർ വ്യാജന്മാരാണ്. ഇവരെ എനിക്ക് കുറ്റം പറയാൻ എങ്ങനെ അധികാരം ഉണ്ടാവും? ആൾക്കാർ ഇവരുടെ അടുത്ത് പോകണം എന്തുകൊണ്ടാണ്? നമ്മുടെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് ആണ് ഇതിന് ക്വാളിഫൈഡ് എന്ന് നമ്മൾ പറയാത്തതുകൊണ്ടാണ്, ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നീയാണ് ഏറ്റവും ക്വാളിഫൈഡ് ഈ കാര്യത്തിൽ നിന്ന് നിനക്ക് ഇത് പറയാനുള്ള അധികാരം ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു വോയിഡ് ഉണ്ട്. കാരണം ഒരു കുറേ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്, കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞോളൂ, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊരു മാർക്കറ്റിൻ്റെ നിയമമാണ്. ഒരു വോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ആൾക്കാർ അതിലേക്ക് വരും. അപ്പോൾ നിങ്ങളത് ആ വോയിഡ് ഫില്ല് ചെയ്തില്ലെങ്കിൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വരും. ഇതിൽ മോശം വിചാരിക്കാനൊന്നുമില്ല. ഡെഫിനറ്റ്ലി. ഇപ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞാൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ സാധനമാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പിന്നെ ഞാനൊരു വലിയൊരു മമ്മൂട്ടി ഫാനാണ്, അത് ചെറുപ്പം മുതലേ മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ പിന്നെ മമ്മൂട്ടി, ലയണൽ മെസ്സി, അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ 2000 കൊറോണയ്ക്ക് ശേഷം സന്തോഷിക്കുന്ന ആൾക്കാരെപ്പെട്ട ആൾക്കാർ. അപ്പോൾ അപ്പോൾ മമ്മൂട്ടിനെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയാണ്. പക്ഷേ ഈ ലൈഫ് ലോങ് ലേണിംഗ് ഇപ്പം 73 ഇയേഴ്സ് അല്ലെങ്കിൽ 70 ഇയേഴ്സ് മുതൽ വന്ന അപ്ഡേഷൻസും ചേഞ്ചസും ഒക്കെ സ്റ്റിൽ പഠിക്കുകയാണ്, പ്രിപ്പയർ ചെയ്യാണ്, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ആരൊക്കെയാണോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കണം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ 50 ആയിക്കോട്ടെ 60 ആയിക്കോട്ടെ, അവർ കറന്റ്ലി ട്രെൻഡ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഔട്ടായി. അപ്പം അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കണം നമ്മളത്. പക്ഷേ അത് നമ്മൾ യങ്ങാക്കും, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ യങ്ങാക്കും, നമ്മൾ അപ്ഡേറ്റഡ് ആക്കും. സോ അതന്നെയാണ് ശരിക്കും ആ ത്രില്ല് എന്നുള്ളത്, അതന്നെയാണ് ഫൺ എന്ന രീതിയിലാണ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നോക്കട്ടെ, MBBS ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫീൽഡ് അല്ലാന്ന് പല ആൾക്കാരും മനസ്സിലാക്കും. ഞാനത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ്. എങ്ങനെയാണ് ഡോക്ടർ അതിൽ വിഷമിക്കണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ ആവേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പല സമയത്തും എല്ലാ ഡോക്ടർമാർക്കും തോന്നിയിട്ടുണ്ടാവും. ഡോക്ടർമാർക്ക് മാത്രമല്ല, പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിനായാലും ശരി, മിക്ക ഡോക്ടേഴ്സ് അങ്ങനെ തോന്നാത്തൊരു ഡോക്ടർ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഒരു നമ്മുടെ പാർട്ട് ഓഫ് എ ലൈഫാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് തന്നെ ലൈഫാണെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. ഇത് മാത്രമല്ല ലൈഫ്, ഇതിന് പുറത്തും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പല ആൾക്കാരായിട്ട് സംസാരിക്കാനും പല കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കാൻ. എത്ര സമയത്ത് വേണമെങ്കിൽ കരിയർ മാറാം. 60 വയസ്സിൽ വേണമെങ്കിൽ കരിയർ മാറ്റി എത്ര ആൾക്കാരുണ്ട്, എന്നിട്ട് സക്സസ് ആയ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കരിയർ ഇതാണ്, നമ്മളിതിൽ പെട്ടുപോയി എന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് അത് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, MBBS അല്ല നിങ്ങളുടെ ഏരിയ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിന് കയറിയതിന് ശേഷം ഡൈവേഴ്സിഫൈ ചെയ്യാൻ എത്രയോ ആൾക്കാരുണ്ട്. അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ബേസിക് അത്രയ്ക്കുള്ള വിവരമൊക്കെ എല്ലാ MBBSന് ജോയിൻ ചെയ്യണവനും ഉണ്ടാവും. അവന് ഡിപ്രഷൻ ആയിരിക്കും, എനിക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തിനാ ഞാൻ ഇത് പഠിക്കണം എന്നുള്ള തോന്നലായിരിക്കും. പക്ഷെ ഒരു ഡിഗ്രി കിട്ടണം എന്നുള്ള ഏത് ഡിഗ്രി ആണെങ്കിലും വേണമല്ലോ. ഇതല്ലെങ്കിൽ അവന് വേറെ ഡിഗ്രി എടുക്കണം. അതിനേക്കാളും ഏതെങ്കിലും കയറി കിട്ടി. അപ്പം എന്നാൽ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് കോളേജാണ്. ഇപ്പോൾ പ്രൈവറ്റിൽ ഒരുപാട് കാശ് മുടക്കിയതാണെങ്കിൽ ചിലപ്പോൾ അവന് ഊരാൻ പറ്റുമെങ്കിൽ അവൻ ഊരിക്കോളും.
പക്ഷേ ഊരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വേറെ കിടക്കുകയാണ് ലൈഫിൽ. എന്തൊക്കെ പഠിക്കാം, അതിനുശേഷം എയറോനോട്ടിക്കൽ മെഡിസിൻ പഠിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ നമ്മുടെ ഇയാളെ രാജുറീനെ പോലെ MBA പഠിച്ചിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഏരിയയിലേക്ക് പോകാം, അല്ലെങ്കിൽ മെഡിക്കൽ ജെനറ്റിക്സിലേക്ക് പോകാം, റിസർച്ചിലേക്ക് പോകാം. ഈ ഓൾട്ടർനേറ്റീവ് കരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്കഷൻ ടോപ്പിക്കാണ്. അതായത് അതിൽ സൊസൈറ്റിക്ക് ഭയങ്കരമായിട്ട് റോളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പം പിന്നെ MBBS പഠിച്ച് വേറൊരു സ്ഥാനത്തിലോട്ട് ഇങ്ങനെ കയറിയ സമയത്ത് തന്നെ കുറേ ആൾക്കാർ, കാരണം ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന അവൻ ഇപ്പോൾ ഡോക്ടറായി വരും എന്നുള്ള രീതിയിലാണ്. കാരണം ഈ ഡോക്ടേഴ്സിന് വേറെ തന്നെ ഒരു വാല്യൂ ഉണ്ട്, സ്റ്റിൽ ഉണ്ട്, കുറഞ്ഞാണെങ്കിലും സ്റ്റിൽ ഉണ്ട്. കാരണം നമ്മൾ അടുത്തുള്ള ഒരാൾ ഡോക്ടറാണ് സമയത്ത് ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ഫോണിൽ ഒരു 5 മെസ്സേജ് ഉണ്ടാവും കൺസൾട്ടേഷനാണ്. ശരിക്ക് അതായത് നമ്മൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർക്കൊരു എക്സ്പെക്ടേഷൻ ആണ്, ഒരു സന്തോഷമാണ് നമ്മൾ കൂടുതൽ ആൾ. അപ്പം അത് ഉണ്ടാകുന്ന സമയത്ത് ഒരു നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ നെറ്റി ചുളിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് എന്താണ്, അതാണ് ബെറ്റർ എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുക. അവർ ചിലപ്പോൾ ചില ആൾക്കാർ ആ കരിയർ അതിൽ നന്നായിട്ട് ആകെയാണ്ട് പെട്ട് അവർ തന്നെ ലോസ്റ്റ് ആയി പോകും. ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുക. അപ്പം നിങ്ങൾ പറഞ്ഞു, അതായത് കുറേ പേഷ്യൻസിനെ ഡെയിലി കാണുന്നുണ്ട്, എൻഡോക്രൈനോളജിസ്റ്റാണ്, കുറേ കെമിക്കൽസും സാധനങ്ങളും നമ്മൾ ബോഡിയിലുള്ള കെമിക്കൽസിനെ കുറിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പണ്ടത്തെ ആ ഒരു ഫിസിക്സും കെമിസ്ട്രിയും ഇപ്പം ഓർമ്മ ഉണ്ടോ? ഇപ്പം അത് യൂസ് ഉണ്ടോ? ഒരു 10% ഒക്കെ യൂസ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ബേസ് ആണ്, ഫൗണ്ടേഷൻ എന്തായാലും തന്നെയാണ്. ബയോകെമിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നെ ഒരു ഡിഫറെൻറ്റ് പാർട്ടാണല്ലോ. കെമിസ്ട്രി മൊത്തം ആവശ്യമില്ല നമുക്ക്, പക്ഷേ ബയോകെമിസ്ട്രി എപ്പോഴും വേണം. അത് നമ്മൾ ഒന്നുകൂടി പഠിക്കുന്നുണ്ട്, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നന്നായി പഠിക്കുന്നുണ്ട് MBBS. ഇപ്പം MD ലെവലിലും ബയോകെമിസ്ട്രി ഒന്നുകൂടെ പഠിക്കാനുണ്ട്. DM ലാണെങ്കിൽ പിന്നെ അത് മുഴുവൻ റിവൈസ് ചെയ്യാനുണ്ട്. അതിൽ ആസ് എ ഡോക്ടർ, ആസ് ഒരു എൻഡോക്രൈനോളജിസ്റ്റ്, ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്ന രീതിയിൽ ഏറ്റവും സന്തോഷിച്ച ഒരു സമയം എപ്പോഴാണ്? സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അല്ല, ഡോക്ടർ എന്ന രീതി തന്നെ ആയിക്കോട്ടെ. ഏറ്റവും ഒരു പേഷ്യന്റ്, അതായത് നമ്മൾ പറയാൻ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, നമ്മൾ വിചാരിക്കാത്തൊരു പേഷ്യന്റ് അത് ക്ലിയർ ആയി, ഡയഗ്നോസ്, അങ്ങനെ എന്തെങ്കിലും എനിത്തിങ് എന്തും പറയാട്ടോ. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ഇങ്ങനത്തെ വലിയൊരു സംഭവം ഉണ്ടായി എന്ന് തന്നെ വെച്ചോളൂ. അത് നമ്മളെ ഇതിൽ നിന്നു പോകാൻ നമുക്ക് വലിയ റോളൊന്നുമില്ല. അതായത് നമുക്കിപ്പോൾ ഒരു വലിയൊരു ഡയഗ്നോസ് ചെയ്തു, ഭയങ്കരമായിട്ട് ഒരു രോഗിയുടെ അസുഖം മാറി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരാൾക്ക് ഭയങ്കര ബെനിഫിറ്റ് കിട്ടി, അതൊന്നും നമ്മളിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മതിയാവില്ല. അതൊരു ടെമ്പററി മൊമെന്ററി ഹാപ്പിനെസ് ആണ്. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരേ ഒരു ആഗ്രഹം, നമുക്ക് മനുഷ്യൻ്റെ കഥ കേൾക്കാൻ ഒരാഗ്രഹമാണ്. മനുഷ്യൻ്റെ കഥ, അത് ഡോക്ടർ ആയാന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതില്ലാത്ത ആൾക്കാർ ഡോക്ടറാവാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് ക്ലിനിക്കൽ സൈഡെങ്കിലും. ക്ഷമ മാത്രമല്ല, ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനറിയാണ്, ഓർഗാനിസം. അപ്പോൾ അതിന് ഒരുപാട് തലങ്ങളുണ്ട്. സോഷ്യൽ സൈക്കോളജിക്കൽ, ബയോസൈക്കോ സോഷ്യൽ ഇതെന്ന് പറയുമല്ലോ. അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആണ് ഒരു ഡിസീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ ഓൾ ടുഗദർ കാണാനോ അല്ല വെറുതെ മരുന്ന് എഴുതി കൊടുക്കുന്നതിൽ തൃപ്തരായി എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അതിനൊരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒരു ശരിക്കുള്ളൊരു ഡോക്ടറായതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. നമ്മൾ പഠിക്കാത്ത പല ആൾക്കാരും, നമ്മൾ തന്നെ പറയുക, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണ പല ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഭയങ്കര സൂപ്പറായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ആക്ച്വലി മരുന്ന് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് അവരെ ക്രിട്ടിസൈസ് ചെയ്യില്ല. പക്ഷേ മരുന്ന് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ അവർ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക്, ഫിസിഷ്യൻ എന്നുള്ള നിലയ്ക്ക്, നമ്മളുടെ ബേസിക്, നമ്മുടെ ഹാരിസൺ തുറന്നു നോക്കിയാൽ തന്നെ കാണാം, ഫിസിഷ്യൻ്റെ ബേസിക് റോൾ എന്ന് പറഞ്ഞാൽ ഒരാളെ അയാളുടെ സഫറിങ് ഉള്ള ടൈമിൽ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹീൽ ചെയ്യുക എന്നുള്ളത് ആണ് ഫിസിഷ്യൻ്റെ ബേസിക്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളുടെ ഒരു 100 കൊല്ലം പഴക്കം പോയി കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിൽ എന്ത് മരുന്നുണ്ട്? ഒരു മരുന്നുമില്ല. അന്ന് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചിട്ടില്ല, ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ടില്ല, ഒരു മരുന്നുമില്ല. പക്ഷെ അന്നും ദൈവത്തിനെ പോലെ മനുഷ്യന്മാർ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരെ. കാരണം മരുന്നൊന്നും ഇല്ലെങ്കിൽ പോലും അവർ റിസർച്ചും ഇത് മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ അവർക്ക് എഫക്റ്റീവായിട്ട് എന്ത് മരുന്നാന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ആൾക്കാരുടെ റോള് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ ആ ഒരു ലെഗസി കൈവിട്ടു. അതാണ് എനിക്ക് തോന്നിയിട്ടില്ല. പല കാര്യങ്ങളിലും നമ്മൾ ഭയങ്കരമായിട്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി, ഭയങ്കര പവർ കിട്ടി മരുന്നുകൾ കൊണ്ട്. എഫക്റ്റീവായിട്ടുള്ള മരുന്നുണ്ട്, അനസ്തേഷ്യ ഉണ്ട്, മറ്റേതുണ്ട്, സർജറി ഉണ്ട്. ഇതൊക്കെ ഉണ്ടായപ്പോഴേക്കും കുറേ ആൾക്കാർക്കെങ്കിലും അവർ ഹീലിംഗ് എന്നുള്ള ആ ഒരു ആസ്പെക്റ്റ് വിട്ടു. അപ്പോൾ ആ ഹീലിംഗ് ഏറ്റെടുത്തത് ആരാണ്? അവരുടെ ലെഗസി ഏറ്റെടുത്തത് ഇപ്പോൾ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആൾക്കാരാണ്. കാരണം അവരുടെ അടുത്ത് മരുന്നില്ലെന്ന് അവർക്കറിയാം. 50% 70% അസുഖങ്ങളും നമ്മളൊന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ മാറുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ പക്ഷേ അവർ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ടെങ്കിലാണ് അവർ സക്സസ് ആവുന്നത്. നമ്മൾ ഫെയിലിയർ ആവുന്നത് അവിടെയാണ്. എനിക്ക് മോഡേൺ മെഡിസിൻ ഗ്രാജുവേറ്റ്സിനോടും ജൂനിയേഴ്സിനോടും ഒക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് എന്നും ഇതിൽ നിന്ന് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കഥ കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും ഉണ്ടാകണം. അവരെന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് ആ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ സീനിയേഴ്സൊക്കെ പഠിപ്പിക്കുന്നത് ഇപ്പോഴാണ്. PKS പറഞ്ഞതിൻ്റെയും അല്ലെങ്കിൽ UB സാറ്, ഉദയഭാസ്കർ സാറൊക്കെ അന്ന് ഞങ്ങളുടെ അവരൊക്കെ പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. അതായത് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്ന കഥ ആക്ച്വലി അസുഖത്തിൻ്റെ കഥയായിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ മനസ്സിൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഷുഗറായിട്ട്
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പേഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ സൗദിയിൽ ഒരു 400ഓളം സ്റ്റാഫുള്ള ഒരു കമ്പനിയുടെ ഓണറായിരുന്നു. അയാൾ എത്രയോ 15 വർഷം കൊണ്ട് ബിൽഡ് ചെയ്ത കമ്പനിയാണ്. എന്നിട്ട് സ്പോൺസർ അത് അടിച്ചു മാറ്റി ആ കമ്പനി. മനസ്സിലായി എന്തുമാത്രം വിഷമം ഉണ്ടാവും. അയാളുടെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. അതിന് ശേഷം അയാൾ വേറെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണം സൗദി അറേബ്യയിൽ. ഇത്രയും കമ്പനികളുടെ ഓണറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, ആലോചിച്ച് നോക്കണം. അപ്പോൾ എത്ര വലിയൊരു താഴ്ചയിലേക്ക് വന്നിരിക്കുന്നത്. അയാൾക്ക് പിന്നെ ഷുഗറൊന്നും വന്നില്ല, വല്ല അത്ഭുതപ്പെടാനുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇത് ചോദിക്കാനുള്ള മനസ്സെങ്കിലും എനിക്കില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വിഷമം? എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി എന്തോ അയാളെ അലട്ടുണ്ട്. അത് കാരണം അപ്പോൾ സഡൻലി ഒരു ചേഞ്ച് നമുക്കറിയാലോ വ്യത്യാസം. അത് ബയോളജിക്കൽ കാരണമല്ല അയാൾക്ക് ഷുഗർ കൂടാൻ കാരണം. യൂഷ്വലി ഉണ്ടാവാത്ത ഒരു പെട്ടെന്നൊരു സഡൻലി കൂടി കഴിഞ്ഞാൽ വേറൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അർജുൻ വെള്ളത്തിൽ പോയി അന്ന് ഉണ്ടായിരുന്നല്ലോ, അതിൽ ന്യൂസ് കണ്ട സമയത്ത് അവർ ആ ഗ്രാഫ് കണ്ടറിയാം, ഷുഗർ മോണിറ്റർ ചെയ്യും പേഷ്യൻസൊക്കെ. ഇത് എഴുതി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടുത്ത് ആ 2-3 ദിവസം മാത്രം കൂടുതൽ കണ്ട് ഇപ്പോൾ എന്ത് പറ്റിയുമ്മ ഈ ദിവസം മാത്രം കൂടുതലുണ്ട്, ബാക്കിയുള്ള ദിവസമൊക്കെ നോർമലാണ്, കൺട്രോളാണ്. അത് മോനെ ഞാനത് TV യിൽ ഇവൻ്റെക്കിനെ കഥ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിഷമം കയറി ടെൻഷൻ കയറിയിട്ട് ഷുഗർ കൂടി തന്നതാണ്. അപ്പോൾ ഇതൊക്കെ കഥകളാണ്, നമ്മൾക്ക് അറിയണം ഇതൊക്കെ. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ ഷുഗർ ഞാൻ മാറ്റി കൊടുത്തു അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ ഒരു സ്പൈക്ക് വരണതായിരിക്കും ചിലപ്പോൾ അവർ കുറച്ച് കൊടുക്കണത്. കാരണം അവർ സമാധാനിപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ അത് കണ്ടിട്ട് അവന് മരുന്ന് കൂട്ടി കൊടുക്കുക ഇല്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഹൈപ്പോ അടിക്കും. അതോടുകൂടി അവൻ മരുന്ന് നിർത്തുകയും ചെയ്യും. പിന്നെ അവർ ഇങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് പോകും. ഇവർക്ക് വേറൊന്നും കൊടുക്കാനില്ല, ഇൻസുലിൻ അവരുടെ അടുത്തില്ല, അപ്പോൾ അവരെ സമാധാനിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ അതുകൂടി ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ക്ഷമയോടെ ഫസ്റ്റ് ടൈം വരുമ്പോഴെങ്കിലും ക്ഷമയോടെ ഒന്ന് എന്താ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കണം എന്നുള്ളത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പുതിയ ജനറേഷൻ ആൾക്കാർ, ഇപ്പോൾ പല ആൾക്കാരും MBBS കഴിഞ്ഞിട്ട് റേഡിയോളജി എന്തൊക്കെ എടുക്കാനുള്ള കാരണം ഇവർക്ക് കഥ കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ശരിയാണ്. അവർ ചിലപ്പോൾ എമ്പതി ഭയങ്കര കൂടുതലായിരിക്കും. അവർ വിചാരിക്കണ്ടാവും ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ സൂയിസൈഡ് ചെയ്തു. ശരിയാ. അതിപ്പോൾ നമുക്കറിയാലോ, നമ്മൾ കൂടുതൽ ആൾക്കാർ PG ചെയ്യുന്ന സമയത്ത് വയ്യ ഒന്നൊന്ന് ഒതുങ്ങി നിന്നാലും പരിപാടി നടക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മളിതൊരു പ്രൊഫഷണലിനേക്കാളും ഉപരി ഇങ്ങനത്തെ കുറച്ചൊരു ഇമോഷണൽ സൈഡും കൂടി നമുക്ക് ഉണ്ടതുകൊണ്ട്, നമ്മൾ ഈ പ്രൊഫഷണൽ ഉണ്ടായതുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം പണ്ടത്തെ ആൾക്കാർക്ക് അത് ഉണ്ടായിരുന്നു, പക്ഷെ പണ്ടും അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി എന്താണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോട്ട് പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റീവ് സാധനങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. ഇതിന് ശരിക്കും നമ്മളത് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, മിസ്ലീഡ് ചെയ്യപ്പെടും ആൾക്കാർ. അപ്പോൾ അതിൽ ഞാനിപ്പം ചോദ്യം ഏറ്റവും നല്ല ഹാപ്പിന് മൊമെന്റ് അടിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വല്ലാത്തൊരു ഡിപ്ലോമാറ്റിക് ആൻസറാണ്. ഏറ്റവും സന്തോഷിക്കുന്ന സാധനമാണെന്ന് ചോദിക്കും. അപ്പം സന്തോഷം വരണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഡെയിലി ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റണം, അല്ലെങ്കിൽ നമുക്കത് നല്ല അടിപൊളിയായിട്ട് ഡിപ്ലോമാറ്റിക് ആൻസർ ആണ്. അപ്പം അതിനേക്കാൾ ഉപരി ഞാൻ ചോദിക്കുന്നപ്പം ഇന്നത്തെ കാലത്ത് ഈ ഡോക്ടേഴ്സിനെതിരെയുള്ള കാര്യങ്ങൾ, പിന്നെ മാൻ ഹാൻഡിലിങ്ങും സാധനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ശരിക്ക് അത് നമുക്ക് കുറേ ചർച്ച ചെയ്യാൻ പാടില്ല, എന്തായാലും വരെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരു ഐഡിയൽ ബൈസ്റ്റാൻഡർ എങ്ങനെയായിരിക്കണം ശരിക്കും? ഭയങ്കര ക്വസ്റ്റ്യൻ ഉള്ളത്. ഐഡിയൽ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. അതായത് ഇതിലൊക്കെ നമുക്ക് ഒരു റിവലേഷൻസ് വരണതാണ് കേട്ടോ. കുറച്ച് കാലം മുമ്പ് വരയ്ക്ക് എനിക്ക് ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തോന്നൽ. കാരണം അവന് വേണ്ടിയിട്ടാണല്ലോ അവൻ്റെ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവനെന്താ മര്യാദയ്ക്കൊന്ന് പെരുമാറിയാൽ ഇങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്താണ് കുറച്ച് ദിവസം മുന്നേ ഒരു ന്യൂസിൽ എന്തിലെ കണ്ടത്, ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എല്ലാ സ്ഥലത്തും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ രോഗിക്ക് നല്ല കെയർ കിട്ടും, പക്ഷേ ബൈസ്റ്റാൻഡറെ നീ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക്, നീ നമ്മൾ റൂമിൽ കയറുമ്പോൾ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ പുറത്താക്കും, നീ അവിടെ പോയി നിൽക്കുമെന്ന് പറയും. അല്ലെങ്കിൽ കിടക്കാനുള്ളൊരു സ്ഥലമില്ല. ഹോസ്പിറ്റലുകളൊക്കെ പോയി കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനമാണ്, ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് അവിടെയൊക്കെ നടക്കുന്നത്. അതായത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളായാലും ശരി, ഇവർക്കൊന്നും ഒരു റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി. ICUലാണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ചിലപ്പോൾ അതിനുള്ള സുഖമായി കിടക്കുന്നുണ്ടാവും, പക്ഷേ ബൈസ്റ്റാൻഡർ എവിടെയെങ്കിലും മുറിക്ക് അവന് അസുഖം പിടിക്കുന്നുണ്ട്. അവന് ചിലപ്പോൾ ഉള്ളിൽ കിടക്കണതിനേക്കാളും കൂടുതൽ അസുഖം ചിലപ്പോൾ പുറത്തിരിക്കുന്ന ബൈസ്റ്റാൻഡർക്കായിരിക്കും. അവന് ഒരു മര്യാദയ്ക്ക് കിടക്കാനുള്ള സൗകര്യം ഒന്നുമില്ല, ഒരു അപ്പം ഞാനിപ്പോൾ വളരെ നല്ല നിലയ്ക്ക് ബൈസ്റ്റാൻഡേഴ്സിനോടും പെരുമാറാറുള്ളൂ. മുമ്പ് എനിക്ക് ബൈസ്റ്റാൻഡേഴ്സിനോട് കുറച്ചൊരു കലിപ്പായിരുന്നു, ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിനോടും വളരെ നല്ല നിലയ്ക്ക് പെരുമാറാറ്. അത് ഒരു ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരും, പിന്നെ ഇതിപ്പം നമ്മളെന്തോ മാജിക് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ. അതെങ്ങനെയാണ്? ജനറലി എൻ്റെ ഒരു ഐഡിയൽ ബൈസ്റ്റാൻഡർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന ആൾക്കാർക്കൊക്കെ പേഷ്യൻറ്റിനോടൊരു കെയർ ഉള്ള ആളായിരിക്കണം. അത് ഒബ്വിയസ്ലി അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് പേഷ്യൻറ്റിനോട് കെയർ ഉണ്ടാവും. രണ്ടാമത് ഒരു സയന്റിഫിക് മൈൻഡ് സെറ്റ് വേണം. അത് ഇവർക്കൊക്കെ അത് ജനറലി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ, ബൈസ്റ്റാൻഡർക്ക് മാത്രം പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ സയന്റിഫിക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കലും കൂടി നമ്മളുടെ ജോലിയായിട്ട് എടുക്കണം എന്ന് പറയാം. ഡോക്ടർമാരുടെ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഈ സൂപ്പർസ്റ്റിഷനെ ഒക്കെ എതിരെ പ്രവർത്തിക്കും എന്നൊക്കെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡ്യൂട്ടീസിൽ പെടുന്നതാണ്. ആസ് എ സിറ്റിസൺ നമ്മൾ ഇവിടെ നടക്കുന്ന എല്ലാ മന്ത്രവാദം ഇങ്ങനത്തെ പോലത്തെ എല്ലാ ദുരാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ് ആസ് എ സിറ്റിസൺ. അപ്പോൾ അത് ഡോക്ടറായാലെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഡോക്ടറായിട്ട് ഇപ്പോഴും ഒരുപാട് അന്ധവിശ്വാസങ്ങളും ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ ഉണ്ട്.
അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് മെയിൻ. ഇപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിൽ അശുദ്ധിയാവണമെന്നുള്ളത്. എന്തിലാണ് ഇതിൽ അശുദ്ധി ഉള്ളത്? നമുക്കറിയാം ഇതിൻ്റെ ഫിസിയോളജിയും നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടർമാരെന്നെ ഇങ്ങനെ പറഞ്ഞാലോ, മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ ഇതൊക്കെ തകർക്കേണ്ട ആൾക്കാരാണ്. ഇങ്ങനത്തെ മിത്തുകളും സാധനങ്ങളൊക്കെ തകർക്കേണ്ട ആൾക്കാരാണ്. ഒരു സ്ത്രീകൾക്ക് ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആയിട്ട് കണക്കാക്കുന്നത് അവർക്ക് ഈ പീരീഡ്സിന് കാരണം അശുദ്ധി ഉണ്ടെന്നുള്ള ഒരു മിത്ത് കാരണമാണ്. അവരുടെ മനസ്സിൽ ജനങ്ങളുടെ ഇടയിൽ ആ ബോധ്യമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ബോധ്യമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ മതങ്ങളിലും ഉണ്ട്. ഒരു മതത്തിനെയും സ്പെസിഫിക് ആയിട്ട് പറയണതല്ല. എല്ലാ മതങ്ങളിലും അമ്പലത്തിൽ കയറാതിരിക്കണമെന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശ്വാസം ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി എഫക്റ്റീവ്ലി അത് ഫൈനലി ദേ കൺസിഡർ ഫീമെയിൽ ആസ് എ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ഓൺലി ബിക്കോസ് ദേ ആർ മെൻസ്ട്രേറ്റിംഗ്. മെൻസ്ട്രേഷൻ ഞാനിപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റ് ഹോർമോണിൻ്റെ ഡോക്ടറായിട്ട് എനിക്ക് തന്നെ അങ്ങനെ തോന്നി. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ് അത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോ പോലും ആക്ച്വലി ഒരു അവയർനെസ് ക്രിയേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സോക്കോൾഡ് ആ സയന്റിഫിക് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതായത് വരുന്ന ബൈസ്റ്റാൻഡറിന് ഇതിങ്ങനെയാണ് സംഭവം, ഇതിൻ്റെ ഒരു ലെവലുണ്ട് എന്നുള്ള രീതിയിൽ സയന്റിഫിക് ആയിട്ട്. ഇപ്പോൾ ഒരു മരുന്നിന് സൈഡ് ഇഫക്റ്റ് വന്നാൽ പോലും അത് മോഡേൺ മെഡിസിൻ്റെയോ സയൻസിൻ്റെയോ കുറ്റമായിട്ട് കണക്കാക്കിയിട്ട് അവരെ തല്ലാൻ പോകുന്നതൊന്നല്ല ചെയ്യേണ്ടത് ഡോക്ടർമാരുടെ. അവനത് വായിച്ചു നോക്കാം. ഇപ്പോൾ ChatGPT ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. ഒരു മരുന്ന് ഞാൻ എഴുതുന്നു, നിങ്ങൾക്ക് അതിന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അവനത് ChatGPT അടിച്ചു നോക്കി, അതിൽ ഇന്ന സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അത് അടുത്ത പ്രാവശ്യം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ സന്തോഷത്തോടെ ആൻസർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവന് ചീത്ത പറഞ്ഞ് ഓടിക്കൊന്നും ചെയ്യാൻ പാടില്ല. അതും ഡോക്ടറുടെ തെറ്റാണ്. നിങ്ങൾക്ക് ChatGPT കൊണ്ടാണ് ചികിത്സ ചോദിച്ചൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. ഗൂഗിൾ ആയാലും ശരി, ChatGPT ആണെങ്കിലും ശരി. അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് അയാൾ ചോദിച്ചെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അക്യൂപ്രഷർ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പുച്ഛിക്കുകയൊക്കെ ചെയ്തിരിക്കും. പക്ഷേ അതല്ലാതെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഡൗട്ട് ചോദിച്ചാൽ ഈ മരുന്നിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. പിന്നെ ഓരോരോ ബൈസ്റ്റാൻഡറായിട്ട് കയറി വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പറയുകയൊക്കെ ചെയ്യും. കേൾക്കണ്ട് ഒരാൾക്ക് മനുഷ്യനെ നമ്മളുടെ ക്ഷമ പരീക്ഷിക്കരുത്. അപ്പൊ അതന്നെയാണ് എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാനൊരു തിരിച്ച് നമ്മളെ കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ നമ്മളെ ആസ്പിറൻസിന് എടുത്തുകൊണ്ട് പോവാം. അപ്പം ആസ് എ എൻഡോക്രൈനോളജിസ്റ്റ് കുറേ ഹോർമോൺസും പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം. ഡോപ്പമിൻ, സെറട്ടോണിൻ കുറേ കേൾക്കും, ഹാപ്പിനെസ് ഹോർമോൺ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഇമോഷണൽ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര കോമഡി ആയിരിക്കും ശരിക്കും. ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു ഇതിലാണ് പോവുക. ഈ ഒരു സമയത്ത് ഇപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ ഹോർമോൺസിൻ്റെ ഒരു ഗെയിം എങ്ങനെ ഉണ്ടാവുക, പിന്നെ അതിൽ രണ്ടാമത്തെ ഒരു ഭാഗം എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള, അതൊരു ഐഡിയൽ സാധനം ഉണ്ടാവുമല്ലോ. ഐഡിയലിനൊരു നിയർ ബൈ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ട്രെയിനിങ്ങോ എന്തെങ്കിലും നമ്മളെ മൈൻഡ് ഗെയിമൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു. അതും ഞാനൊരു കഥ വെച്ചിട്ട് പറയാം. ഓക്കെ, എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും അറിയില്ലല്ലോ. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്യുമെന്നൊക്കെ ചോദിച്ച ആൾക്കാരും കൂടി ഉണ്ട്. അപ്പം ശരിക്കും എന്താ സംഭവം എന്ന് ആൾക്കാർക്ക് അറിയില്ല. എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചത്, എനിക്ക് ലവ് ഹോർമോണിൻ്റെ കുറവുണ്ടെന്ന് സംശയം ഉള്ളതാണ്, അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ലവ് ഹോർമോണോ അതെവിടുന്ന കേട്ടത്? അപ്പോൾ അത് ലവ് ഹോർമോണില്ല, ഓക്സിറ്റോസിനും ഇതൊക്കെ അതിൻ്റെ കുറവുണ്ടോ എന്ന് എനിക്ക് ആരടുത്തും സ്നേഹം തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒന്ന് കുറവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു അത് സംഭവം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പുച്ഛിക്കാൻ പാടില്ല. അപ്പോൾ അയാൾ ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺ ആണ്. എന്നെ പുച്ഛിക്കാൻ വേണ്ടി വന്നല്ലോ, പൈസയും കൊടുത്തൊക്കെ വന്നിരിക്കുകയല്ല ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സംഭവം ശരിയാണ്, ചിലപ്പോൾ ഉണ്ടാവും, ഇല്ല എന്നൊന്നും പറയില്ല. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും ഒക്കെ ഒരു ഇൻട്രാക്ഷൻ കളിയൊക്കെ തന്നെയാണ്. പക്ഷേ ചില ഹോർമോൺസ് നമ്മൾ ലോക്കലി ആക്ട് ചെയ്യണതാണ്. ചില ഹോർമോൺസ് ബ്ലഡിൽ വന്നിട്ട് അത് കുറച്ച് പാരാക്രൈൻ എഫക്റ്റ് എന്നും പറയുമല്ലോ, എൻഡോക്രൈനും പാരാക്രൈനും എഫക്റ്റ്. അടുത്തുള്ള സെൽസിനെ എഫക്റ്റ് ചെയ്യുന്ന മാത്രം ഹോർമോൺസ് ഉണ്ട്, അതോടുകൂടി അതിൻ്റെ ആക്ഷൻ പോകും. അങ്ങനത്തെ ഹോർമോൺസിൽ പെടുന്നതാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ലവ് ഹോർമോൺ, സെറട്ടോണിൻ, ഡോപ്പമിൻ, അതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ റിലീസ് ചെയ്ത് അവിടെ തന്നെ അതിൻ്റെ ആക്ഷൻ കഴിയുന്നതാണ്. അത് നമുക്ക് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ബ്ലഡിൽ നിങ്ങളുടെ ലവ് ഹോർമോണിൻ്റെ ലെവൽ ചിലപ്പോൾ നോർമലായിരിക്കും, എന്നാലും നിങ്ങൾക്ക് ലവ് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. കാരണം അത് ബ്രെയിനിൽ ആ ഏരിയയിൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വഴിയൊന്നുമില്ല. അപ്പോൾ ആ ഏരിയ ഇപ്പോൾ തൽക്കാലം നോക്കുന്നത് സൈക്യാട്രിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ് തൽക്കാലം നോക്കുന്നത്. അതും ചിലപ്പോൾ അഡ്വാൻസസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കൽ ഏരിയയുടെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ. ഒരു തൽക്കാലത്തേക്ക് അവിടുത്തെ ഫ്ലക്ച്വേഷൻസിൻ്റെയൊക്കെ ഡോക്ടർ സൈക്യാട്രിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ പോകും, ആൾക്ക് മനസ്സിലായി കാര്യം, അവിടെ ശരിയെന്ന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുക, അവിടെ കൗൺസിലിംഗ് ചെയ്താൽ മതി. അത് തമാശയും തോന്നുന്നല്ല, ഇത് ആൻസർ തന്നെയാണ് മറ്റേ ക്വസ്റ്റ്യൻസും എനിക്ക് പറയാനുള്ളത്. അത് എൻഡോക്രൈനോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്ക് അതിൽ ഒരു റോളും ഇല്ല, അങ്ങനെ ഒരു ഇതിൽ പറയാം. പക്ഷേ ജനറലി ഒരു MD ഫിസിഷ്യൻ അല്ലെങ്കിൽ MBBS ഡോക്ടർമാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനറലി എല്ലാവർക്കും അറിയും. ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോപ്പമിനെയും ഇതിൻ്റെയൊക്കെ ഹാക്ക് ചെയ്യാനും അങ്ങനെ ഒന്നും ശരിക്ക് ഇതുവരെ ഒരു വഴിയുമില്ല നമുക്ക്. നമ്മൾ ജനറലി നല്ല രീതിയിലുള്ള ഭക്ഷണം, സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക, കറക്റ്റായിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം എല്ലാ ദിവസവും. എൻട്രൻസിൻ്റെ തലേദിവസവും എക്സാമിൻ്റെ തലേദിവസവും ഞാൻ 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങും. അതിൻ്റെ കറക്റ്റ് റൊട്ടീനായിരുന്നു. ഞാൻ 10 മണിക്ക്
കിടക്കും, രാവിലെ 3 മണിക്ക് എണീക്കും. അതെൻ്റെ കംപ്ലീറ്റ് 2 കൊല്ലത്തെയും റൊട്ടീനായിരുന്നു. 5 മണിക്കൂറേ ഇറങ്ങുള്ളൂ MBBSൻ്റെ എൻട്രൻസിൻ്റെ സമയത്ത്, പ്രീമെഡ് എൻട്രൻസിന്. അതിനുശേഷം ഇത്രയും ഹാർഡ് വർക്ക് പിന്നെ ഒരിക്കലും ചെയ്തിട്ടില്ല. അന്നത്തെ കോമ്പറ്റീഷൻ പിന്നെ എവിടെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അന്നത്തെ ഹാർഡ് വർക്ക് നമുക്ക് പിന്നെ ഒരിക്കലും വേണ്ടി ചെയ്താൽ പിന്നെ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതും. അപ്പോൾ ആ സമയത്ത് ഈ മൂഡ് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ എനിക്ക് കുട്ടികൾക്ക് കണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും ഇവർക്കൊക്കെ മൂഡ് ഫ്ലക്ച്വേഷൻസ് കാരണം അതിൽ പിന്നെ ഹോർമോൺസിൻ്റെ ടൈമും ആയിരിക്കും, റിലീസ് ചെയ്യുന്ന ടൈമും അതൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ പീരീഡ്സിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം അത് പിന്നെ നമ്മളുടെ ഏരിയയിൽ തന്നെ പെടുന്നതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലംസ് പലതുണ്ട്. പീരീഡ്സിൻ്റെ ചേഞ്ചൊക്കെ ചിലപ്പോൾ രണ്ടും കൊണ്ടായിരിക്കും. PCODയുടെ പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് അപ്പോൾ നമ്മൾ പഠിത്തം എന്ന് മാത്രമായിട്ട് പിന്നെ ഈ അൺഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുക, അതെങ്ങനെയെങ്കിലും തീരട്ടെ, അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ടാവും. എൻട്രൻസ് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. വർക്കൗട്ട് ചെയ്യില്ല ആ ടൈമിൽ, ഫുള്ള് ഉറങ്ങണ കറക്റ്റ് ടൈമിലായിരിക്കില്ല. പിന്നെ ഈ പ്രഷറും ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിനെ കൊണ്ടുള്ള ഹോർമോൺസ് വേറെ, അതിപ്പോൾ അഡ്രിനാലിനാണെങ്കിലും അല്ലെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺ ആണെങ്കിലും ഇതൊക്കെ. ഇതിനൊന്നും നമുക്ക് മരുന്ന് കൊടുത്തിട്ടോ ഇതൊന്നും ഹാക്ക് ചെയ്യാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് വഴിയൊന്നുമില്ല. നമ്മൾ ഉറങ്ങാനുള്ള മരുന്നൊക്കെ ചില ആൾക്കാർ കഴിക്കും. അതുപോലെ എക്സാമിന് നമ്മൾ ഇതിന് എൻട്രൻസിന് പ്രൊപ്രാനിലൊക്കെ കഴിച്ചു പോയിട്ടുണ്ട്, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ദിവസമൊക്കെ. അതൊക്കെ ചെറിയ രീതിയിൽ ഹാക്ക് ചെയ്യാന്നല്ലാതെ, കുറച്ച് സിമ്പത്തറ്റിക് റിലീസ് വരണത് കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ ആക്ച്വലി അതിപ്പോൾ ചിലപ്പോൾ ഹാംഫുൾ ആയിരിക്കും. ചിലപ്പോൾ ഓർമ്മയും കിട്ടില്ല എന്താ പഠിച്ചത്, മുമ്പേ പഠിച്ചത് മറന്നു. ശരിക്കും പറഞ്ഞ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ് ശരിക്കും ഒരു ശരിക്കുള്ള ഹാക്കിംഗ് എന്നുള്ള സാധനം. ലോങ് ടേം പ്ലാൻ എപ്പോഴും വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ തന്നെയാണ്. നമ്മൾ നേരത്തെ മുതൽക്കേ പ്രിപ്പയർ ചെയ്തിട്ട് ആ പീക്കിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യണ്ട. നമ്മളുടെ ജേർണി വേറെയാണ്, എല്ലാവരുടെയും ജേർണി വേറെയാണ്. നമ്മൾ മറ്റേയാളായിട്ട് കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു സ്ട്രെസ്സാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരെ കമ്പനി വെക്കാം. കാരണം ഇപ്പോൾ ആസിഫ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പാണ്, പിയർ ഗ്രൂപ്പാണ് നമ്മൾ പല കാര്യങ്ങളിലും ഡിസൈഡ് ചെയ്യുക. നല്ലൊരു സ്റ്റഡി പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും ഹെൽപ്ഫുൾ ആവും. എൻ്റെ കസിന് MBBS എൻട്രൻസും MD എൻട്രൻസും ഒക്കെ കിട്ടിയത് എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചിട്ടാണ്. ചങ്ങായി എപ്പോഴും പറയും, ഇപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ പറയും. MBBS സമയത്തും അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് പഠിച്ചു. ലാസ്റ്റത്തെ ഒരു 3-4 മാസം ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ നന്നായി പഠിക്കാൻ കണ്ടിട്ട് അവനൊരു മോട്ടിവേഷൻ, അവനും ഇത് നന്നായി പഠിച്ച് അതുകൊണ്ടാണ് അവന് കിട്ടിയതെന്ന് അവനിപ്പോൾ പറയണത്. അവൻ ഭയങ്കര ടോപ്പ് ലെവലാണ് ഇപ്പോൾ, വലിയ ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റൊക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവനത് ഓർമ്മയുണ്ട്. ഇത് ഞങ്ങൾ MBBS കഴിഞ്ഞ് 2 വേറെ കോളേജിലാണ് പഠിച്ചത്. അവൻ ജൂബിലി മെഷീനിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അവൻ MD എക്സാമിന് സമയത്തും എൻ്റെ അടുത്ത് വന്നിരുന്ന് പഠിച്ചു. അപ്പോഴും ഒരു 3-4 മാസം അന്നത്തെ ഓർമ്മയിൽ അന്ന് അവന് കിട്ടിയതൊക്കെയാണ്. ഇതിലും കിട്ടി. ഇതിൽ അവന് എനിക്ക് 75 റാങ്ക് ഉള്ളപ്പോൾ അവന് 200-230 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ഡിപ്രസ്ഡ് ആവാതെ നല്ലൊരു ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് എന്തൊക്കെ ഉണ്ടാവണം നല്ല തന്നെയാണ്. പക്ഷേ കോൺസ്റ്റന്റ് കമ്പാരിസൺ ഒരു സ്ട്രെസ്സിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ കമ്പയർ ഒന്നും ചെയ്യാതെ നമ്മുടെ ജേർണി വേറെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജോലി ചില ആൾക്കാർക്ക് കൂടുതൽ പഠിക്കേണ്ടി വരും, കൂടുതൽ വായിക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് ഉറക്കെ വായിക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും. പിക്ടോറിയൽ മെമ്മറി ആയിരിക്കും ചില ആൾക്കാർക്ക് കൂടുതൽ. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ്. ആരെയും നമ്മൾ കമ്പയർ ഒന്നും ചെയ്യേണ്ട. പിന്നെ കുറച്ച് ലക്കിൻ്റെ ഫാക്ടർ എന്തായാലും ഉണ്ട്. അത് പേരൻസും അറിഞ്ഞിരിക്കണം. നമ്മൾ മറ്റൊരു പേരൻസും കണ്ടാവില്ല ഇത് വീഡിയോ. അൺലക്കിന്റെ സാധ്യത നമ്മളെ പ്രിപ്പറേഷൻ്റെ ഇതുകൊണ്ട് കുറയാൻ ചാൻസും ഇല്ലേ? ഡെഫിനറ്റ്ലി. നമ്മൾ പ്രിപ്പറേഷൻ്റെ നന്നാക്കി കഴിഞ്ഞാൽ മാത്രമേ ലക്കിന്റെ ഫാക്ടർ വരുള്ളൂ. പ്രിപ്പറേഷൻ മോശമായി കഴിഞ്ഞാൽ പിന്നെ ലക്ക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്നായി പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് പിന്നെ ഒരു ചെറിയ ലക്കിന്റെ ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാരൻസും ഇത് മനസ്സിലാക്കണം. കുറേ ആൾക്കാർ, എൻ്റെ ശരിക്കുള്ള ഒരു ഇത് തന്നെ പറയാം, ഞാൻ ഒപ്പീനിയൻ വേറെ, പിള്ളേർക്ക് ശരിക്കും താല്പര്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇവരെ വിടാൻ പാടുള്ളൂ കേട്ടോ. അതൊരു കാര്യമുണ്ട്. അവരായിട്ട് പഠിച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾ പ്രഷറൈസ് ചെയ്ത് പൈസ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് നല്ലോണം, നീ അവരുടെ ഒരു പ്രസ്റ്റീജിൻ്റെ അല്ലെങ്കിൽ അവർ ഷോ ഓഫിന് കുട്ടികളെ ഉപയോഗിക്കരുത്. അത് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന കാരണം അവരെ പൈസ കൊടുത്തിട്ട് ഇവർ പാരൻസ് ചേർത്തിയാണ്. പാരൻസ് ഗൾഫിലാണ്, അവർ നോക്കൊന്നുമില്ല. മകളെ ഡോക്ടറായി കഴിഞ്ഞാൽ അത് പറഞ്ഞു നടക്കാമല്ലോ അവരുടെ സൊസൈറ്റിയിൽ. അതിന് വേണ്ടിയിട്ടുള്ളതൊന്നും ദയവ് ചെയ്തിട്ട് അതിന് വേണ്ടി മാത്രമൊന്നും ഡോക്ടർമാരാക്കരുത്. നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണല്ലേ, അവർക്കും ബുദ്ധിമുട്ടാണ്, നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ ഇപ്പം പുതിയ സാധ്യത, ഇപ്പം ഡോക്ടർ ഈ പറഞ്ഞ എൻഡോക്രൈനോളജിക്ക് വരാൻ സാധ്യതയുള്ള മെഡിസിനൊക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഭയങ്കര ഒരു ബ്രെത്ത് ടേക്കിംഗ് ഇന്നോവേഷൻസ്, ഇൻവെൻഷനൊക്കെ എപ്പോഴും സ്കോപ്പ് ഉണ്ടോ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലൊക്കെ? ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പോപ്പുലേഷൻ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2050 ആകുമ്പോഴേക്കും നമ്മൾ 35%, 40% ആൾക്കാരും 60 ഇയേഴ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ഹ്യൂജ് നമ്പർ ഓഫ് മെഡിക്കൽ വർക്ക് ഫോഴ്സ് എപ്പോഴും ആവശ്യമുണ്ടാവും കുറച്ച് കാലം കഴിഞ്ഞാലും.
ഇനി ഇന്നോവേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ വരും. അങ്ങനെ ഇന്നോവേഷൻ വരുമ്പോൾ എനിക്ക് കൂടുതൽ സ്ട്രക്ചേർഡ് ആവും സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ മാത്രമേ ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം 50 പേഷ്യൻറ്റ് 100 പേഷ്യൻ്റെയൊക്കെ കാണുമ്പോൾ നമുക്ക് എവിടെ റിസർച്ച് ചെയ്യാൻ സമയമുള്ളത്? കുറച്ച് കാലം കഴിയുമ്പോൾ നമ്പേഴ്സ് കുറയും. ഇപ്പോൾ പുറത്ത് UK ആണെങ്കിൽ ഒരു 15-20 പേഷ്യൻ്റ് ഒരു ദിവസം മാക്സിമം കാണുള്ളൂ. ഏറ്റവും തിരക്കുള്ള ഡോക്ടർ വരെ 30 പേഷ്യനെ കൂടുതൽ കാണില്ല. ഇവിടെയാണ് നമ്മളിങ്ങനെ 100 പേഷ്യനെ കണ്ടു കഴിഞ്ഞാൽ വലിയ അഭിമാനത്തോടെ പറയാം, ഞാൻ 100 പേഷ്യനെ കണ്ടു, 150 പേഷ്യനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ മാറും കുറച്ച് കഴിഞ്ഞാൽ. കാരണം കുറേ എഴുത്തുകുത്തുകൾ വേണ്ടി വരും. ഇനി ഇൻഷുറൻസ് കമ്പനീസാണ് വരാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പായിട്ട്. അപ്പോൾ എല്ലാവരും ഇൻഷുർഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ IPയിൽ മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ OPയിൽ ഇൻഷുറൻസ് വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് കമ്പനീസ് ഡിക്റ്റേറ്റ് ചെയ്ത് മരുന്ന് കൊടുക്കേണ്ടാത്തതെന്നൊക്കെ. അതുപോലെ തന്നെ ആൾക്കാരും സയൻറ്റിഫിക്കലി നല്ല അവെയർ ആയിരിക്കും. അടുത്ത ജനറേഷൻ വരുമ്പോൾ ഈ പഴയ ജനറേഷനൊക്കെ പോകും. അപ്പോൾ അവർക്ക് ഇല്ലാത്ത അവയർനെസ് ഒക്കെ യങ്സ്റ്റേഴ്സിന് ഉണ്ടാവും. പിന്നെ നമ്മളുടെ പോപ്പുലേഷനിൽ സ്പെസിഫിക് ആയിട്ട് റിസർച്ച് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പല മരുന്നുകളും നമ്മൾ കൊടുക്കുന്നത് തെറ്റിപ്പോണ്ടാവുക ചിലപ്പോൾ. കാരണം പുറം രാജ്യങ്ങളിൽ ചെയ്ത മരുന്നുകളാണ്, സ്റ്റഡി ചെയ്തിട്ടുള്ള മരുന്നുകളാണ് ഇവിടെ വരുന്നത്. പോപ്പുലേഷനൊക്കെ ഡിഫറൻസ് ആണ്. അത് ഡിഫറൻസ് പോപ്പുലേഷനും അതിൻ്റെ എത്നിസിറ്റി ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ പേഷ്യൻ്റ് കാണുന്ന നമ്പേഴ്സ് കുറയും. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് കൂടുതൽ വേണ്ടി വരും ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഇന്നോവേഷൻ എന്തായാലും വരുന്നുണ്ട്. ഇത് ഒരിക്കലും ഡോക്ടർമാരെ ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും വരാൻ പോകില്ല. എസ്പെഷ്യലി ഇന്ത്യയിലും വരില്ല, ലോകത്തും എവിടെയും വരില്ല. എല്ലാവിടെയും എല്ലാ ഡോക്ടർമാർക്കും തിരക്കാണ്. ഈ UK ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡിലേക്കും ഓസ്ട്രേലിയക്കും മൈഗ്രേറ്റ് ചെയ്യണം? അവിടുത്തെ തിരക്ക് വയ്യാത്തതുകൊണ്ടാണ്. അമേരിക്കയിലെ ഡോക്ടേഴ്സ് ഫുള്ള് ഡിപ്രസ്ഡ് ആയിരിക്കണമെന്നുണ്ട്. അവർക്ക് വർക്ക് ലോഡാണെന്നാണ് പറയണത്. അവിടെ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ 6 മാസം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ എൻഡോക്രൈനോളജിസ്റ്റിനെ നമ്മൾ വേണമെങ്കിൽ ഇന്ന് എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട നാളെ വേറെ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാൻ പറ്റും ഇവിടുത്തെ ആൾക്കാർക്ക്. പക്ഷേ അമേരിക്കയിലാണെങ്കിൽ 6 മാസം വെയിറ്റിംഗ് പീരീഡാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്. എന്നിട്ട് എൻഡോക്രൈനോളജിസ്റ്റ് പറയണത് എനിക്ക് ഭയങ്കര വർക്ക് ലോഡാണെന്ന്. അവരുടെ മെയിൻ വർക്ക് ലോഡ് ഇതിൽ എൻട്രി ചെയ്യണം, ഡാറ്റ എൻട്രി ചെയ്യണം. ഒരു പേഷ്യൻറ്റ് വന്നാൽ ഒരു 10 മിനിറ്റ് അയാളെ കൂടെ സ്പെൻഡ് ചെയ്താൽ ഒരു അരമണിക്കൂർ അയാൾക്ക് ടൈപ്പ് ചെയ്യാണ്ടാവും. ഈ ഡീറ്റെയിൽസ് മുഴുവൻ അടിച്ച് കയറ്റണം, പഴയ മരുന്നുകളിൽ സാധനങ്ങൾ മുഴുവൻ അടിച്ച് കയറ്റണം. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് കുറേ AI ചെയ്തിരിക്കും. പക്ഷേ പേഷ്യൻ്റ് ആയിട്ടുള്ള ആ 10 മിനിറ്റ് ഒരിക്കലും AI ഏറ്റെടുക്കാൻ പറ്റില്ല. അതിനെന്തായാലും പേഷ്യൻ്റ് മനുഷ്യനാണെങ്കിൽ ഡോക്ടറും മനുഷ്യനായേ പറ്റുള്ളൂ. അതൊരിക്കലും AI ഒന്നും ഏറ്റെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ഇതായിരുന്നു, AI വന്ന പണി പോവാന്നുള്ളതിന്റെ വളരെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഒരു 3-4 കൊല്ലം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജു റീ ഉണ്ടല്ലോ, മൂപ്പരായിട്ട് സംസാരിച്ചപ്പോൾ മൂപ്പര് പറയായിരുന്നു, നിനക്കെന്താ വിചാരം കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരൊക്കെ ജോലി പോകാൻ പോകണം? മൂപ്പര് ക്ലിനിക്കൽ സൈഡിലല്ലല്ലോ, ഡോക്ടർമാർക്കൊക്കെ പണി പോകാൻ പോകണം. കാരണം ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സ് വരെ വന്നിട്ടുണ്ട്. എമ്പതി ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുമില്ല. എമ്പതിയും മനസ്സിലാക്കണ AI വരാൻ പോകണം കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എമ്പതറ്റിക്കായിട്ട് റെസ്പോൺസ് കൊടുക്കണ AI വരാൻ പോകണം. ഇതൊക്കെ ശരിയാണ്, ഇതിലൊന്നും ഞാൻ തെറ്റൊന്നും പറയണില്ല, എല്ലാം പോകണം. പക്ഷേ ഫൈനലി പേഷ്യൻ്റ് ആയിട്ട് വരുന്നത് മനുഷ്യനാണെങ്കിൽ, AI ആണ് പേഷ്യൻ്റ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ AI ഡോക്ടർ മതിയാവുമായിരിക്കും. അല്ലെങ്കിൽ മനുഷ്യനാണ് പേഷ്യൻ്റ് എന്നുണ്ടെങ്കിൽ ആ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോളജ്, അയാളുടെ സോഷ്യൽ സ്ട്രക്ചർ, അയാളുടെ കൾച്ചറൽ. കാരണം ഞാൻ കഴിക്കുന്ന ഭക്ഷണം റോബോട്ട് കഴിക്കണില്ലല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? എമ്പതിരിക്കായിട്ട് റോബോട്ടിനെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? റോബോട്ടിന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ മരിക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടോ റോബോട്ടിന്? അതില്ല, അവരൊരിക്കലും മരിക്കില്ലല്ലോ. എനിക്കാണെങ്കിൽ മരിക്കും എന്നുള്ള ഭയമുണ്ട്, പേഷ്യൻറ്റും മരിക്കും എന്നുള്ള ഭയമുണ്ട്. അപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ കണക്ഷൻ വരുന്നത്, ബോണ്ട്. പല ഉമ്മമാരടുത്തും ഇവരടുത്തും ഒക്കെ ഞാൻ പറയാറുണ്ട്, മരിക്കണതിനെ പറ്റി ഡിസ്കസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം മരണം എന്ന് പറഞ്ഞാൽ ജനനം പോലെ തന്നെയുള്ള ഒരു പ്രോസസ്സാണ്. അത് നോർമലൈസ് ചെയ്യണം വേണ്ടത്. അതിനെ വലിയൊരു എന്തൊരു സംഭവമായിട്ട്. കാരണം മക്കൾ പല ആൾക്കാരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് അച്ഛനമ്മമാരോട് മരണത്തിനെ പറ്റി സംസാരിക്കാത്തതുകൊണ്ടാണ്. അവർ ലാസ്റ്റ് മിനിറ്റിലെത്തുമ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാന്ന് അവരാകുന്ന, അച്ഛന് വയ്യാതായി, അപ്പോൾ അവരിപ്പോൾ ICUവിൽ വെക്കണോ, വെന്റിലേറ്റർ ഉണ്ടോ, ഇതൊക്കെ ചിലപ്പോൾ അച്ഛന് വേറെ ആഗ്രഹങ്ങളായിരിക്കും, അയാളുടെ ഗോൾസ് വേറെ ആയിരിക്കും. ഇതൊക്കെ ഒരു ബുക്കുണ്ട്, അതുൽ ഗവാണ്ടിയുടെ ഒക്കെ ഒരു ബുക്കുണ്ട്, ബീയിങ് മോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മരിക്കുമ്പോൾ എന്താണ് എന്നുള്ളതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യും. അതുപോലെ യൂത്തനേഷ്യ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ഇതൊക്കെ വരുമല്ലോ. ഇതൊക്കെ ഞാൻ ബേസിക്കലി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യണമെങ്കിൽ മനുഷ്യൻ തന്നെ, മനുഷ്യനല്ലാതെ ആയിരിക്കും. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ മനുഷ്യന്മാരുണ്ടാവില്ല ലോകത്തിൽ. അപ്പം ഡെഫിനറ്റ്ലി നല്ലൊരു കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കുറച്ച് കാര്യത്തിൽ തുടങ്ങി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ഫ്രൂട്ട്ഫുൾ എപ്പിസോഡ് തന്നെ ആയി. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പം നമ്മളൊന്നും സ്റ്റുഡൻസിനോട് പിന്നെ ആ തരത്തിൽ പോലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ വിഷ്ണുവേട്ടൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. നിങ്ങളെ 3 എൻട്രൻസിൻ്റെ ഓർമ്മകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ യങ് ഡോക്ടേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാർക്കും അവരുടെ പാരൻസിനും അവരുടെ ടീച്ചേഴ്സിനൊക്കെ ഉള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഈ സമയത്തിന് പറഞ്ഞിട്ടുണ്ട്. കുറേ കോളുകൾ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു എപ്പിസോഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് വിഷ്ണുവേട്ടൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത്. അപ്പം വിഷ്ണുവേട്ടനെ നമ്മളെ പിന്നെ കോഴിക്കോട് വരുന്ന സമയത്ത് നമ്മളെ പിള്ളേർ നമുക്ക് പല ക്യാമ്പസുകളിലായിട്ട് നമ്മൾ സ്കൂളിലും റിപ്പീറ്റേഴ്സൊക്കെ ആയിട്ട് കുറേ പിള്ളേരുണ്ട്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസും ഈ ഒരു എക്സ്പോഷറും അവർക്ക് കിട്ടിയാൽ ഡെഫിനറ്റ്ലി അവർക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്
3-4 എൻട്രൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും വരണം ആ സമയത്ത്. അതുപോലെ നമ്മുടെ അടുത്ത റെഡ് കാർപ്പറ്റിനും പിന്നെ വിഷ്ണുവേട്ടൻ നമ്മൾ ഗസ്റ്റായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. പോത്തിനെ വിഷ്ണുവേട്ടൻ നല്ലൊരു ഈ പറയുന്ന സോ കോൾഡ് വിഷ്ണുവേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ നല്ലൊരു ഗോള് ഉള്ള ഒരാളാണ്. എന്തിനാണ് നമ്മൾ ഈ ഒരു പിന്നെ വീഡിയോ ചെയ്യുന്നത്, ഈ തിരക്കിനുള്ളിൽ എന്താ വീഡിയോ ചെയ്യുന്നുള്ളൊരു പ്രോപ്പർ ഗോൾഡ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അടുത്തൊരു റെഡ് കാർപ്പറ്റ് ആണ് സമയത്ത് ഒരു 1 മില്യൺ ഫോളോവറൊക്കെ ആയിട്ടുള്ള വലിയൊരു ആളായി മാറട്ടെ എന്നുള്ളൊരു ആശംസയും കൂടി പറയുകയാണ്. താങ്ക് യു.